ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ഹാർബറിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ബോട്ടെല്ലാം കുറേയെല്ലാം പോയിനി, കുറച്ചെല്ലാം ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. പണിയെല്ലാം കുറവാണെന്ന് ഇവർ പറഞ്ഞത്. അങ്ങനെ ബോട്ടെല്ലാം ഒന്നും പോയിട്ടില്ല, കുറേ ബോട്ട് എന്തെല്ലാം റിപ്പയറിലാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഐസ് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ നാട്ടുകാരനാണ്, അപ്പോൾ എൻ്റെ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ച്, അപ്പോൾ ഇത് ഐസ് ബോട്ടിൽ ലോഡ് ചെയ്യാം, ബോട്ട് പോകാനുള്ള ബോട്ടിലേക്കുള്ള ഐസ് ലോഡ് ചെയ്യാന്ന് ഇവരിപ്പം. അപ്പോൾ ഇവരിങ്ങനെ ഇവിടുന്ന് വണ്ടിയിൽ ഐസ് പുറത്തുനിന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ട് അത് ഓരോ ഇതിലാക്കിയിട്ട് ഐസിൻ്റെ അകത്ത് ബോട്ടിൻ്റെ അകത്ത് ഫ്രീസറുണ്ട്, അതിനകത്തേക്ക് കയറ്റുന്നു. അത് അവർ ലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ മീൻ കിട്ടിയിട്ടാകുമ്പോൾ ഐസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ എടുക്കുന്നത്. ഈ ബോട്ടെല്ലാം ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ലേറ്റായിട്ട് വരുന്ന ബോട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഐസ് കൊണ്ടുപോകുന്നത്. സാധാരണ ചെറിയ ബോട്ടൊന്നും ഐസ് കൊണ്ടുപോകില്ല, അവർ അന്നേരം തന്നെ പിടിച്ചിട്ട് കൈയോടെ കരയിലേക്ക് വരുന്നതാണ്. അങ്ങനെ ഞാൻ അങ്ങനെ ഈ ബോട്ടിൻ്റെ അകത്തേക്ക് മെല്ലെ കയറാൻ വേണ്ടി പറഞ്ഞു ബോട്ടിലേക്ക്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വലയെല്ലാം തുന്നുന്നുണ്ട്, അത് വല തുന്നി വെക്കുന്നുണ്ട്. വലിയൊരു ഹാളായത്, അതിൻ്റെ ഉള്ളിൽ വല തുന്നുന്നുണ്ട് കുറേ ആൾക്കാർ, ഒരുപാട് വലയുണ്ട്. പിന്നെ ഒരു ടീം കുറച്ച് ആൾക്കാരൊന്നും ബോട്ടിൽ നിന്ന് റോപ്പ് കയറ് വലിച്ചിട്ട് എന്താ ചെയ്യുന്ന അറിയില്ല, അവർ കയറ് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നാളെ പോകാനുള്ള തയ്യാറെടുപ്പിലുള്ള എല്ലാ ജോലികളാണ് അവർ ചെയ്തു വെക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചില്ല, അവരിങ്ങനെ ഹിന്ദിക്കാരാണ് അവരെല്ലാം, ഇവിടെ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു ബോട്ട്, കണ്ണൂർ ശ്രീലക്ഷ്മി ബോട്ട് നമ്മളെ വണ്ടിക്ക് പോലെ തന്നെ നമ്പറെല്ലാം ഉണ്ട് കേട്ടോ. KL 13 പറയുമ്പോൾ നമ്പറെല്ലാം ഉണ്ട്. ഇതെല്ലാം അവരെല്ലാം ബാലയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാനുള്ള പരിപാടിയിലെല്ലാം സെറ്റാക്കി വെക്കും. ഞാൻ ചിലപ്പോൾ ഇതെല്ലാം രാവിലെ പൊലച്ചൊക്കെ പോവാം. വലയുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഏട്ടന്മാർ അപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് രാവിലത്തെ. അപ്പം നമ്മളെല്ലാം അങ്ങോട്ടേക്ക് പോയി. എല്ലാവരും ചോറാന്ന് തോന്നുന്നു ഇങ്ങനത്തെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ അവരുടെയൊക്കെ പോയപ്പോഴാണ് അവരെന്നോടൊരു കാര്യം പറഞ്ഞത്. അവർ വലയെല്ലാം പുറത്ത് ഇട്ടിട്ടാണ് ഉള്ളത്. അവർ പണിക്ക് പോയിട്ട് തിരിച്ച് മടങ്ങി വന്ന ആൾക്കാരാണ്. ആ ക്ഷീണം അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതാണ്, അവർ പോയി വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്താ അന്നത്തെ സംഭവം. എന്നാൽ അവർ പറഞ്ഞത് പണിയൊന്നുമില്ല, പണിയെല്ലാം കുറവാണ്, പോയിട്ട് ഭയങ്കര നഷ്ടത്തിലായി. കാരണം അവരെ വലയെല്ലാം പോയി അങ്ങനെ അവർ പോയിട്ട് തിരിച്ചു വന്നു, എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അവർ പറഞ്ഞ്. ഒരവസ്ഥ ഭയങ്കര മോശമാണ്. കാരണം അത്രയും ആൾക്കാർ ജോലിക്ക് പോയിട്ട് വലയും ഇല്ല, ഒന്നുമില്ല. എല്ലാം വലയെല്ലാം ഒരു ഡോൾഫി എന്നിട്ടൊരു മത്സ്യമല്ല, അത് കംപ്ലീറ്റ് പൊട്ടിച്ചളഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും മീനൊന്നും പിടിക്കാൻ കഴിയാണ്ട് അവർ തിരിച്ചു വരുന്നത്. കാരണം 10-20 ആളാണ് അവർ പോകുന്നത് ഒരു ബോട്ടിൻ്റെ അകത്ത്. അപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. അതാ കാണിച്ചു തരുന്നുണ്ട് അവർ. എല്ലാവരും അവിടെ ഉണ്ട്, എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. കാരണം ഒന്നും കിട്ടാണ്ട് അവർ വെറും കൈയോടെയാണ് മടങ്ങി വന്നത്. അവർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം രാവിലെ വരെ കടലിൽ പോയിട്ട് അധ്വാനിച്ചിട്ടൊന്നും കിട്ടാണ്ട് വെറും കൈയോടെ മടങ്ങിയിട്ട് വെച്ചാലുള്ള അവസ്ഥ. കാരണം 10-40 ലിറ്റർ ഡീസലും കത്തിച്ചിട്ടാണ് അവർ കടലിലേക്ക് പോകുന്നത്. എന്നിട്ട് ആ വല ഒരു മീൻ പൊട്ടിച്ചു കളഞ്ഞു, ഒന്നും കിട്ടാണ്ട് ഇവരെല്ലാ ജോലിക്കാരും വെറുതെ ഇരിക്കുന്നു. കാരണം പോയിട്ട് മടങ്ങി വന്നിട്ട് അതിൻ്റെ നഷ്ടങ്ങളാണ് ഇവർ പറയുന്നത്. കാരണം 20 ആളാ പോലും ജോലിക്ക് പോയത്. വലയും ഡീസലും എല്ലാം കൂടി മുതലാളിക്ക് മാത്രം 30,000 രൂപയാണ് ചിലപ്പോൾ നഷ്ടം. അത് മുതലാളിക്ക് മാത്രം. പിന്നെ ഈ പണിക്ക് പോയ ഈ 20 പണിക്കാർക്കും അന്നത്തെ ദിവസം ഒന്നും കിട്ടിയില്ല. കാരണം ഇവരെയും പ്രതീക്ഷിച്ചിട്ട് ഇവരെ വീട്ടിൽ അവരെ കുടുംബം നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും വൈകുന്നേരം വീട്ടിലെത്തി മീനെല്ലാം ഇറക്കി തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മക്കൾ കാത്തിക്കുന്നുണ്ടാവും, ഭാര്യമാർ കാത്തിക്കുന്നുണ്ടാവും. ഒന്നുമില്ലാണ്ട് വെറും കൈയോടെ തിരിച്ചു പോകേണ്ട അവസ്ഥയായിരിക്കും ഇന്നത്തെ ദിവസം. ഇങ്ങനെയല്ല മിക്കവാറും ദിവസം ഇങ്ങനെ ഉണ്ടാവുക. ചില ബോട്ടിലെല്ലാം ഇവർ പറയുന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 കൂട്ടം മീനേ കിട്ടും. അത് പുറത്ത് വന്ന് ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് 1500, 2000, 3000 രൂപ കിട്ടുക. 3000 ചിലപ്പോൾ പോട്ട് 5000 രൂപ കിട്ടിയാൽ തന്നെ ഈ 20 ആൾ പണിക്കാറുണ്ട് അതിൻ്റെ അകത്ത്. ആ 20 ആക്കി ഒന്നും കിട്ടുക, മുതലാളിക്കൊന്നും കിട്ടില്ല. പക്ഷെ ഇതേ മീൻ നമ്മളെ നാട്ടിലെത്തി വീടിൻ്റെ അടുക്ക കൊണ്ടു കൊടുക്കുമ്പോൾ വീട്ടുകാർ ചോദിക്കും ഇതെന്താ ഇത്ര വില എന്ന്. ഇവർക്ക് അറിയുന്നില്ല ഈ മീൻ പിടിക്കാൻ പോയ അവസ്ഥയൊന്നും. കടലിൽ പോയിട്ട് വെറുതെ മീൻ വാരിക്കൊണ്ടിരുന്ന അവസ്ഥ ഇതാണെന്നല്ലാതെ വിചാരം. കാരണം ഇവരെത്രയും അധ്വാനിച്ചിട്ടാണ് വെയിലും മഴയും കൊണ്ടിട്ടാണ് ഇവർ അത്രയും ഇത് വെച്ചിട്ട് കഷ്ടപ്പെട്ട് പോകുന്ന ആർക്കും അറിയില്ല. ഇത് ഇവർ മീനിൻ്റെ വല തുന്നിയ മീനെ
വല ജോയിൻ്റ് അടിക്കുള്ളൂ. പൊട്ടിയ വല ഇരുന്ന് തുന്നും. ഇത് പറയുന്നത് വെച്ചാൽ ഇവർ 2 ദിവസമല്ല ഇതേപോലെ ഇരുന്ന് തുന്നാനിരുന്ന് കഴിഞ്ഞാൽ ഇവരെ നടുവേദന എടുത്തിട്ട് ഇവർക്കാവില്ല. അപ്പോൾ അതുപോലെ കണ്ണിൻ്റെ കാഴ്ച നേരിയ വലയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയുള്ള ഓർക്കുന്നത് വെച്ചാൽ ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞവർ. അത്രയും ടൈം ഇവർ അതിൽ തന്നെ ശ്രദ്ധിച്ച് ഓരോ കണ്ണി കോർത്തെടുക്കണം. അതാണ് ഇവർ ഇത്. പിന്നെ അതുപോലെ നടുവേദന, ഇങ്ങനെ ഇരുന്ന് 2 മണിക്കൂറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ നടുവേദന എടുക്കും. അത്രയും ഇത് ചെയ്തിട്ടാണ് ഇവർ മീൻ പിടിക്കാൻ പോകുന്നത്. ഇതേ മീനാണ് നമ്മളെ കരക്കെത്തുമ്പോൾ ആലോചിക്കുന്നത് എന്താ മീൻ ഇത്ര വില ആണ്. ഒരുപാട് ബോട്ടുകൾ പണി കുറവായതുകൊണ്ട് എല്ലാവരും തിരിച്ചു വന്നിട്ടില്ല. ഇവരും വീട്ടിലെല്ലാവരും കുടുംബങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരെയും പ്രതീക്ഷിച്ചിട്ട്. ഇവരിന്നും മടങ്ങിപ്പോകുന്നത് വെറും കൈയോടെയാണ്.